तेरी माणिक्यम वेडियुमिल्ल ഞാൻ നീ വന്ന് तेरी മാണിക്യം വെടിയുമില്ല ഞാൻ ഒരു ശരി പുത്രി മാണിക്യോ ശരി പുത്രി മാണിക്യോ तेरी माणिक्यम वेडियुमिल्ल ഞാൻ നീ വന്ന് तेरी മാണിക്യം വെടിയുമില്ല സർവസുന്ദരൻ തന്നെ സർവസുഖ സൗഖ്യത്തെ ലഭിക്കുന്നേ ഞാൻ സർവസുന്ദരൻ തന്നെ സർവസുഖ സൗഖ്യത്തെ ലഭിക്കുന്നേ ഞാൻ സുന്ദരമാകുകേ ചാരന്മാർ तेरी माणिक्यम वेडियुमिल्ल तेरी माणिक्यम वेडियुमिल्ल വെള്ളത്തിക്കു വില പോലെ വെള്ളത്തിക്കു വില പോലെ तेरी माणिक्यम वेडियुमिल्ल तेरी माणिक्यम वेडियुमिल्ल तेरी माणिक्यम वेडियुमिल्ल
ആത്മാവിനാൽ നിറച്ചു ആനന്ദമേ കടന്നു പ്രത്യാശിച്ചു പാലിച്ചിരുന്നവസേ അവശിയേ പ്രത്യാശിച്ചു പാലിച്ചിരുന്നവസേ അവശിയേ സ്തുതിക്കാത്തി അതിയോടെ കളിപ്പുമെന്ന അതിയോടെ കളിപ്പുമെന്ന അതിയോടെ കളിപ്പുമെന്ന അതിയോടെ കളിപ്പുമെന്ന പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ അവിടുത്തെ ആവശ്യമേ കർത്താവേ അറിയുന്നു അവിടുത്തെ ആവശ്യമേ കർത്താവേ അറിയാതെ അനുഭവത്തോ അതിശയത്തോ നടത്തിടുവാൻ അനുഭവത്തോ അതിശയത്തോ നടത്തിടുവാൻ ആദിയെ പ്രഭുരാധാരേ അഭിനവരേ ആദിയെ പ്രഭുരാധാരേ അഭിനവരേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ ഓരോരുത്തരെ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ ഓരോരുത്തരെ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ അഭിഷേകം തീരണമേ ഓ ധീരതയോടും അഭിഷേകം തീരണമേ അപ്പ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ശക്തി പകർന്നിടേ പരിശുദ്ധാത്മാവേ ശക്തി പകർത്തി അവിടുത്തെ ഓ അവിടുത്തെ ആവശ്യമേ കർത്താവേ അറിയുന്നു അവിടുത്തെ ആവശ്യമേ കർത്താവേ അറിയുന്നു പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ അപ്പ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ ശക്തിയുടെ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ ഉദ്ധവ ഭാരത ചമന ഉദ്ധവ ഭാരത ചമന ഉദ്ധ ഉദ്ധ ഉദ്ധ
ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ, ആ ദൈവ സ്നേഹത്തിന്റെ ആഴത്തെ വർണ്ണിക്കുവാൻ, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, ഈ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം ഇന്ന് രാത്രിയിലും ആ ദൈവിക പാദത്തിലിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ഇന്ന് രാത്രി കാലം നന്ദി കരേറ്റുവാൻ ഈ ഭൂമിയുടെ പരപ്പിൽ സ്വർഗ്ഗം നമുക്ക് നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. ഈ വർഷത്തിലെ ഏതാനും 3/4 ഭാഗം നമ്മൾ വന്നെത്തിയിരിക്കുക. ഇനി ചില മാസങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞാൽ 2025 നമ്മൾ ഗുഡ് ബൈ പറഞ്ഞിട്ട് 2026 നമ്മൾ സ്വാഗതം ചെയ്യുവാൻ പോകുക. ഇന്ന് രാത്രികാല ദൈവസന്നിധിയിൽ എന്നെ ഇത്രത്തോളം ഉയർത്തി, എന്നെ ഇത്രത്തോളം ദൈവം മാനിച്ചു. ലോകത്തിലെ സ്നേഹങ്ങളൊക്കെ താൽക്കാലികമാ, രക്ഷകന്റെ സ്നേഹങ്ങളൊക്കെ താൽക്കാലികമാ. രോഗങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക നഷ്ടങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പരാജയം വരുമ്പോൾ ഒട്ടിരിക്കുന്നവരെല്ലാം വിട്ടുപോകും. പക്ഷേ വിട്ടുപോകാത്ത ദൈവ സ്നേഹത്തിന്റെ ആഴം ഇന്ന് രാത്രികാലം വർണ്ണിക്കുവാൻ, ഇന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിക്കുവാൻ, ഇന്ന് രാത്രികാലം ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നമുക്ക് ചെന്നെത്തുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഇന്ന് രാത്രികാലം ലോകത്തിൽ നമുക്ക് ഒന്നും ഉയർത്തി കാട്ടുവാനില്ലെങ്കിൽ, ഇന്ന് രാത്രികാലം ശ്രേഷ്ഠമായതൊന്നും ഇന്ന് രാത്രികാലം നമുക്ക് പറയുവാനില്ലെങ്കിൽ, ഇന്ന് രാത്രികാലം ക്രൂശിലെ സ്നേഹം, യേശുവിന് വേണ്ടി മരിച്ച് അവസാന തുള്ളി രക്തമേ എനിക്ക് വേണ്ടി ഓട്ടിത്തന്ന ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രികാലം പ്രശംസിക്കുക. ഈ ലോകത്തിൽ വെട്ടിയെടുത്തത്, ഇന്ന് രാത്രികാലം നേടിയെടുത്തതും ഒന്നുമല്ല, ഒരു ദൈവമായി ഉയർത്തി കാട്ടുവാനുള്ളത് യേശുവിന്റെ സ്നേഹത്തെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം കരങ്ങളടിക്കണ്ട, അധരങ്ങളെ തുറന്ന് ആ ക്രൂശിലെ സ്നേഹത്തെ ഒന്ന് വർണ്ണിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുക. നാം എല്ലാം വളരെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ ഒരു പാട്ടിലെ വരികൾ കരങ്ങൾ ചേർത്തടിക്കേണ്ട, അധരങ്ങൾ തുറന്ന് നമ്മൾ ദൈവത്തോസന്നിധി പാടുവാൻ
പാടുവാൻ പോവുകയാണ്. തിരുവചനത്തെ വായിക്കുന്ന ഇങ്ങനെയാണ്, എന്റെ ധ്യാനത്തിൽ തീകത്തി അപ്പോൾ ഞാൻ നാവെടുത്തു സംസാരിച്ചു. കരങ്ങൾ തട്ടുമ്പോൾ മാത്രമല്ല ആത്മാവ് വരുന്നത്. ഏകാന്തതയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സെക്കേന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മൾ ഇടപെടുവാൻ, പരിശുദ്ധാത്മാവ് നമ്മളൊരു ആത്മമണ്ഡലത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഒരു പാട്ടിന്റെ കോറസ് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ.
ഇന്ന് രാത്രി ആ ക്രൂശിന്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ ഞാനോ കുറയണം, നീയോ എന്നിൽ വളരണം. ഇന്ന് രാത്രികാലം നാം കുറയുമ്പോൾ, നാം കർത്താവിന്റെ സന്നിധി ഒന്നുമില്ലാതായി മാറുമ്പോൾ, യേശു നമ്മളിൽ വളരുമ്പോൾ ചുറ്റുപാട് പറയും, തീർച്ചയായും ആ മനുഷ്യൻ ഒരു ദൈവ പൈതലാണ്, ആ സഹോദരി ഒരു ദൈവിക ദാസിയാണ്. കാരണം അവരുടെ സ്വഭാവം, സംസാരം, സമൂഹമായിട്ടുള്ള ബന്ധം തീർച്ചയായും വിളിച്ചു പറയും, സാക്ഷാൽ ഇവരൊരു ദൈവ പൈതലാണ്. അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? പെന്തക്കോസ് എന്നുള്ള ലേബല് കയ്യിലൊട്ടിക്കുന്നത് കൊണ്ടല്ല, പെന്തക്കോസിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത് കൊണ്ടല്ല, സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നിന്റെ വസ്ത്രധാരണ കൊണ്ട്, ഹെയർ കട്ടിങ് കൊണ്ട്, നിന്റെ നോട്ടം കൊണ്ട്, നിന്റെ സംസാരം കൊണ്ട് സമൂഹം പറയും, സാക്ഷാൽ ഇവൻ കപടമില്ലാത്തവനാ, ഇവ ദൈവത്തിന് വേണ്ടി മാനിക്കപ്പെട്ടവനാ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാ. തിരുവചനത്തെ വായിക്കുന്നത് ഇങ്ങനെയാണ്, തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂടെ എണ്ണപ്പെടുന്നില്ല. ലോകത്തിന്, ജാതികൾക്ക്, രക്ഷിക്കപ്പെടാത്തവർക്ക് പ്രമാണം ഇല്ല, അവർക്ക് എങ്ങനെയും ആകാം. പക്ഷേ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവവേദന പ്രമാണമുണ്ട്. ജാതികൾ സംസാരിക്കുന്നത് പോലെ, അവർ നടക്കുന്നത് പോലെ, അവർ ചെയ്യുന്നത് പോലെ രക്ഷിക്കപ്പെട്ടവന് ചെയ്യുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ വർഷം നമ്മുടെ ജീവിതത്തിന്മേൽ ഞാനോ കുറയണം, നീയോ എന്നിൽ വളരണം. പ്രസംഗത്തിലൂടെയല്ല, പാട്ടിലൂടെയല്ല, ജീവിതത്തിലൂടെ യേശുവിനെ വെളിപ്പെടുത്തുവാൻ നാം എല്ലാം വളരെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ ഇന്നത്തെ മീറ്റിംഗിന് അനുഗ്രഹത്തിനായി, ഇന്ന് രാത്രികാല ശുശ്രൂഷകൾ അനുഗ്രഹത്തിനായി വന്ദനം പറയുകയാണ്. ഇന്ന് രാത്രികാലം ഒന്നിച്ച് ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ലഭിച്ച ഈ നല്ല സന്ദർഭത്തിന് ഞാൻ കർത്താവിന് സർവ മാനവും മഹത്വവും അർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി എത്രത്തോളം നന്ദി പറഞ്ഞാലും, എത്രത്തോളം സ്തുതിച്ചാലും, എത്രത്തോളം ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിച്ചാലും മതി വരത്തില്ല. അത്ര അധികമായി ദൈവത്തിന്റെ കരുതലും സാന്നിധ്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ നൽകി. ഇന്ന് രാത്രി ദൈവവചനം സംസാരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥതയോടെ, വളരെ പ്രാർത്ഥനയോടെ തിരിച്ചറിയലായിരിക്കാം. ഇന്ന് ഞങ്ങളുടെ ചർച്ചയിൽ എല്ലാ ആഴ്ചയിലും 12:30 മീറ്റിംഗ് അവസാനിക്കുന്നത്. ഇന്നത്തെ മീറ്റിംഗ് 1 മണിക്ക് ചവിട്ടി പിടിച്ചിട്ടാണ് 1 മണിക്ക് പിടിച്ചു നിർത്തിയത്. അങ്ങനെ രാവിലെ 9:30 തുടങ്ങിയ മീറ്റിംഗ് ആണ്. വളരെ ആത്മസാന്നിധ്യം ഇന്ന് ആലയത്തിനകത്ത് അടിച്ചുയരുക. ഈ വർഷത്തെ ഓണമോപ്പർ അടിക്കുന്നവനെ കണ്ടി സന്തോഷമാണ് എന്ന് ഞങ്ങൾക്ക് പ്രഭാതത്തിൽ ദൈവമുഖത്തേക്ക് ആരാധിക്കാൻ കൃപ നൽകി. അങ്ങനെ നമ്മൾ പല ഇടങ്ങളിലായിരുന്ന എല്ലാവരെയും കർത്താവ് സൂക്ഷിച്ചു. ഇന്ന് രാത്രികാലം ദൈവിക സ്നേഹത്തിന്റെ കീഴിൽ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. കുറച്ചു പേർ മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 2-3 പേർ നാമത്തിൽ കൂടുന്നിടത്ത് കർത്താവ് ഇറങ്ങി വരാമെന്ന് വാക്ക് പറഞ്ഞ ആ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഉള്ളതോർത്ത്
ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, കാലാൽ പടയോട് നീ ഓടി ക്ഷീണിച്ചു പോയ കുതിരപ്പടയോട് എങ്ങനെ മത്സരിച്ചോടും യോർദാന്റെ വൻകാട്ടിൽ എന്തു ചെയ്യും? ഇത് ഒരു പട്ടാളത്തിന്റെ ഒരു യുദ്ധസന്നാഹമാണ് കാലാൽ പട. നമുക്കറിയാം, നാവികസേനയുണ്ട്, വ്യോമസേനയുണ്ട്, അതുപോലെ പല രീതിയിലുള്ള യുദ്ധസന്നാഹങ്ങളുണ്ട്. ഈ കാലാൽപ്പട എന്ന് പറയുന്നത് കാല് നിലത്ത് കുത്തി മണ്ണിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതാണ് കാലാൽപ്പട. പക്ഷേ ആ കാലാൽപ്പടയോട് നീ ഓടി ക്ഷീണിച്ചു പോയ അതിലും ശക്തിയേറിയ പടസൈന്യമാണ് കുതിരപ്പട. അപ്പൊ ഓർക്കുക, കാലാൽപ്പടയോട് നീ തോറ്റുപോയാൽ അതിലും ശക്തമേറിയ കുതിരപ്പടയോട് നീ എങ്ങനെ മത്സരിച്ചോടും എന്ന് പറഞ്ഞാൽ 8-ാം മാസത്തിലെ പ്രശ്നമല്ല, 8-ാം മാസത്തിലെ ഓർക്ക പ്രതിസന്ധിയല്ല, 9-ാം മാസം നമ്മളെ കാത്തിരിക്കുന്നത്. 2025 അനുഭവിച്ച പ്രതികൂലമല്ല, 2026 നാം അഭിമുഖീകരിക്കുവാൻ പോകുന്നത്. പക്ഷേ അതിനെ അഭിമുഖീകരിക്കുവാൻ ആരോഗ്യമല്ല നമുക്ക് വേണ്ടത്, പണമല്ല നമുക്ക് വേണ്ടത്. ഇന്ന് രാത്രികാലം പുതിയ അഭിഷേകത്തോടെ, പുതിയ ശക്തിയോടെ, പുതിയ ദൈവകൃപയോടെ, ആരിലുമില്ലാത്തൊരു അഭിഷേകം ഇന്ന് രാത്രി എന്റെ മേൽ പകരുവാൻ, എന്റെ മേൽ ഇന്ന് രാത്രി അഭിഷേകം ചെയ്യുവാൻ, ഇന്ന് രാത്രികാലം മുഖം നോക്കാതെ ഇന്ന് രാത്രികാലം പകരുന്ന ആത്മാ സാന്നിധ്യം ഇന്ന് രാത്രികാലം മൺകൂടാരത്തിൽ പകരുവാൻ ആരാണോ ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നത്, അവർ ഇന്ന് രാത്രികാലം 8-ാം മാസത്തിൽ അവസാനിക്കുന്നവരല്ല. അവർ ഈ ദിവസങ്ങളിൽ ചില മുളകൾ പൊട്ടിക്കൊണ്ട്, പുതിയ ശക്തികൾ കൊണ്ട്, പുതിയ നാമ്പുകളോടെ അവർ ഈ ദിവസങ്ങളിൽ പുറത്തു വരുവാനിടയായി മാറും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം തളരുന്ന രാത്രിയല്ല, ഇന്ന് രാത്രി ഉടയപ്പെടുന്ന രാത്രിയല്ല, ഇന്ന് രാത്രി പരാജയപ്പെടുന്ന രാത്രിയല്ല. ഇന്ന് രാത്രികാലം പലരുടെ തലയ്ക്ക് മീതെ ഇന്ന് രാത്രികാലം ഉയർത്തുന്ന ആത്മാ സാന്നിധ്യം വിശ്വസിക്കുന്നവരുടെ ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ആ സാന്നിധ്യം നമ്മളിലുണ്ടെങ്കിൽ, ആ ദൈവകൃപ നമ്മളിലുണ്ടെങ്കിൽ, ആ അഭിഷേകം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒന്നും ഞാൻ പറഞ്ഞു, ഗവൺമെന്റിന്റെ കല്ലറ എത്ര ബലവത്താണെങ്കിലും പടയാളികൾ ഇടത്തും വലത്തുമുണ്ടെങ്കിൽ അഭിഷേകം കല്ലറ പൊട്ടിച്ച് യേശുവിന്റെ പുറത്തു കൊണ്ടുവരുമെങ്കിൽ ഇന്ന് രാത്രികാലം ഈ അഭിഷേകം, അതിന്റെ വർദ്ധനവ് ഇന്ന് രാത്രികാലം ഏറ്റെടുക്കുവാൻ തയ്യാറായ ചില ശത്രു ഒതുക്കിയ മണ്ഡലത്തിൽ അഭിഷേകം ഇന്ന് രാത്രികാലം നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയായി മാറട്ടെ. നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി, ദൈവകൃപകൾക്കായി, ദൈവിക മഹത്വത്തിനായി ഇന്ന് രാത്രികാലം നമുക്ക് നന്ദി പറയാം. പലരും കല്ലറകളിൽ വിശ്രമിക്കുമ്പോൾ, പലരും രോഗികളായി ഹോസ്പിറ്റലിൽ അഭയം പ്രാപിക്കുമ്പോൾ ഇന്ന് രാത്രികാലം മുഖത്തോട് മുഖം നോക്കി പിടിവിച്ച ദൈവത്തെ, നടത്തിയ ദൈവത്തെ, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് രാത്രികാലം സന്തോഷത്തിന്റെ രാത്രിയായി, ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയായി, ഇന്ന് രാത്രികാലം നന്ദി പ്രകടനത്തിന്റെ രാത്രിയായി, ഇന്ന് രാത്രികാലം മുട്ടോളമല്ല, അരയോളമല്ല, ഇതിനെ കടക്കുവാൻ കഴിയാത്ത ഒരാത്മാ സാന്നിധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ചിലരെ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന രാത്രിയായി മാറട്ടെ. ഉഠഭശബര അധനഗരഗടഗശബരബൗഷമാനരത്തര ഉഡബരബശബരബൗഷമാനരത്തര കൃപ 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 ഉഠമനരത്തര ഉഡഗരഗടഗശബരബൗഷമാനരത്തര ജീവരാമരത്തുരീഗവൈഷമാനരത്തര. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കുക,
ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയുക. ഇന്ന് രാത്രി നമുക്ക് ഉയരുന്ന കഴുകമരത്തെ ദൈവം തിരിക്കും. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് രാത്രികാലം ചില കഴുകമരങ്ങൾ തിരിയുന്ന രാത്രിയാ. ഇന്ന് രാത്രികാലം നീ അതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇന്ന് രാത്രി യുദ്ധം ചെയ്യണ്ട. നീ ഇവിടെ ആരാധിക്കുമ്പോൾ ഇന്ന് രാത്രികാലം അഭിഷേകം ചില കാരാഗ്രഹത്തെ അഭിഷേകം ഇന്ന് രാത്രികാലോ ചില ഇന്ന് രാത്രികാലോ കാരാഗ്രഹത്തെ ഇന്ന് രാത്രികാലം ചില അമിതകള് ഇന്ന് രാത്രികാലം ചില ദൈവിക പദ്ധതികൾ നിനക്ക് വേണ്ടി രൂപപ്പെടുന്ന രാത്രിയായി മാറട്ടെ. Glory, 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 glory. കഴുകമരം പണിയുന്നവന്റെ മുമ്പിൽ ഓർക്ക, പ്രാർത്ഥിക്കുന്ന മോർദായിക്ക് നേരെ കഴുകമരം ഉയർന്നു. ഓർക്ക, അത് 30 മുഴം ഉയരത്തിലല്ല കഴുകമരം പണിതത്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതിലിന് 40 മുഴം മേളിൽ പൊക്കമുണ്ട്. ഓർക്ക, അതിനുകൊണ്ട് എന്ത് ചെയ്തു? 30 മുഴത്തിൽ ഉയർത്തിയില്ല. ഓർക്ക, 40 മുഴത്തിലേക്ക് കവച്ചു വെച്ച്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന പതനം കാണുവാൻ വേണ്ടി ശത്രു പദ്ധതി ഇട്ടപ്പോൾ ഇന്ന് രാത്രി തിരിച്ചറിയുക. അവന്റെ പ്രാർത്ഥനയുടെ ശക്തി കഴുകുമരത്തെ ദൈവാത്മാവ് തിരിച്ചുവെങ്കിൽ, ശത്രുവിനെ കഴുകുമരത്തിൽ ദൈവം കയറ്റിയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഈ 8ാം മാസം എന്റെ വിടുതലിന്റെ മാസമാണ്. ഈ 8ാം മാസം എന്റെ തലമുറകൾ, എന്റെ കുടുംബം പുറത്തു വരുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുക, നിനക്കൊരു നല്ല കാലമുണ്ട്, നിനക്കൊരു നല്ല വർഷമുണ്ട്, നിനക്കൊരു നല്ല ദിവസമുണ്ട്. ഇന്ന് രാത്രിക്കാലം അടയപ്പെട്ടതിനെയല്ല നീ കാണുന്നത്. ശത്രു നിനക്കെതിരെ പണിത് വെച്ച ഇന്ന് കഴുകുമരത്തെയല്ല നീ കാണുന്നത്. ഇന്ന് രാത്രിക്കാലം ആ കഴുകുമരത്തെ തിരിക്കുന്ന ഒരു അഭിഷേകം പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ആരാധനയിടയിൽ ദൈവാത്മാവിന്റെ ശക്തി വെളിപ്പെടുവാനിടയായി മാറും. അതുകൊണ്ട് തിരിച്ചറിയ ഇന്ന് രാത്രിക്കാലം ദൈവനീതിയോട് ന്യായവിധിക്കുവരെ കർത്താവ് ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഈ ആരാധനയ്ക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രിക്കാലം നമ്മളോട് ഇടപെടുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം പരാതി പറയുന്ന ദൈവത്തിന് മുമ്പിലല്ല നമ്മളായിരിക്കുന്നത്. യേശുവിന്റെ ശുശ്രൂഷയിൽ പുരുഷാരം ഓർക്കുക, കരിയിലും അതുപോലെ തന്നെ ഓർക്കുക, അതുപോലെ മലമുകളിലുമൊക്കെ സുവിശേഷം കേൾക്കുവാൻ വേണ്ടി ഇരിക്കുക. പക്ഷേ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർക്ക് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവരുടെ പക്കൽ കാശില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഒരു ബാലന്റെ കയ്യിൽ 5 മീനും അവർക്ക് 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്ന് രാത്രിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇടത്തും വലത്തും ഇരിക്കുന്നവർ കയ്യിൽ അപ്പം കൊടുത്തില്ല, മുമ്പിലും പുറകിലും ഇരിക്കുന്നവരുടെ കയ്യിൽ ഓർക്കുക ആ 5 അപ്പവും 2 മീനും കൊടുത്തില്ല. ആ ബാലം കൊടുക്കേണ്ടവന്റെ കരത്തിൽ കൊടുത്തപ്പോ അവൻ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോ ആ 5 അപ്പത്തെ 2 മീനെ 12 കൊട്ടയാക്കി എന്റെ ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് രാത്രികാലം കൊടുക്കേണ്ടവന്റെ കരത്തിൽ നീ കൊടുത്ത, അർപ്പിക്കുന്നവന്റെ കരത്തിൽ ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ കൊടുത്ത, ഇന്ന് രാത്രികാലം ചോദ്യചിഹ്നമില്ലാതെ കൊടുത്താൽ ഇന്ന് രാത്രികാലം പ്രാർത്ഥനയുടെ പിന്നിൽ ഒരു വർദ്ധനവിന്റെ കാലഘട്ടം വെളിപ്പെടുവാനിടയായി മാറും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയുക, ഇന്ന് ദൈവവചനം വാരി വിതറുമ്പോൾ ഇന്ന് രാത്രികാല ഇലയറിഞ്ഞ് വയറിഞ്ഞ് ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് തൊടുവാൻ ഇന്ന് രാത്രികാല തേനിലും തേൻകെട്ടേക്കാൾ മാധുര്യമുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാല നമ്മുടെ അണ്ണാക്കിന് മധുരമുണ്ടാക്കുന്നതായി മാറുക, നമ്മുടെ ഹൃദയത്തിന് സന്തോഷമുണ്ടാകുന്നതായി മാറുക. ഇന്ന് രാത്രികാലം നാം എല്ലാം വളരെ പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ തുടർന്ന് ദൈവവചനം ശുശ്രൂഷകൾക്കായി ക്ഷണിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. Praise Lord, hallelujah. ബഹുദൂരം മുൻപോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി, ബഹുദൂരം മുൻപോട്ടു പോകാൻ ബലം നൽകി
ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓരോ ജീവിത വന്ന വഴികൾ ഓർത്താൽ, ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്താൽ നമ്മൾ എത്രമാത്രം ദൈവത്തിൽ നന്ദി പറയും. ഹല്ലേലൂയ. പല അനർത്ഥങ്ങൾ വരുന്ന സ്ഥാനത്ത്, പല ബാധകൾ നമ്മളെ അടുക്കുന്തോറും നമ്മളെ തകർത്ത് കളയാൻ വരുന്ന സ്ഥാനത്ത്, ഇന്ന് രാത്രികാലം ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയാക്കി നിർത്തിയിരിക്കുന്ന ദൈവിക വൻകൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നടത്തിയ വഴികളെ ഓർത്താൽ നമ്മൾ എത്രമാത്രം ആരാധിക്കും, എത്രമാത്രം നമ്മൾ ദൈവത്തെ സ്തുതിക്കും. അവൻ ദീർഘക്ഷമയുള്ളവൻ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ പരിശുദ്ധനായിരിക്കുന്ന ദൈവമാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ ഇവിടെ ഒരുമിച്ചായിരിക്കുമ്പോൾ ഒരു ദൈവിക ശബ്ദത്തിന് മുൻപിലായിരിക്കുന്നത് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ നമുക്കെതിരായി വരുന്ന ചില തന്ത്രങ്ങളെ തകർക്കുവാൻ അധികാരത്തിന്റെ ശക്തിയോടെ, അധികാരത്തിന്റെ ബലത്തോടെ നീ എഴുന്നേറ്റാൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. നമ്മൾ ഭാരത്തോടെ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ നിരാശയോടാണ് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രികൾ അഭിഷേകത്തിന്റെ തൈലത്താൽ, അഭിഷേകത്തിന്റെ ശക്തിയാൽ നമ്മൾ ധീരതയോടെ ഇവിടുന്ന് നമ്മൾ പോകണം. ഭാരം ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾ ആരും ഭാരത്തോടെ അല്ല നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. കരുതുന്ന ഒരു ദൈവത്തിന്മേലാണ് നമ്മൾ ആയിരിക്കുന്നത്, പുലർത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാത്രികാലം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ ബലഹീനതകൾ തികഞ്ഞു വരുന്ന ഒരു അത്യന്തപരമായ ശക്തി നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു പിശാചിനെ നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. രണ്ടാമത് പാടി ആരാഴ്ച ദൈവാത്മാവിനെ കാണിച്ചത്, സംഹാരകൻ നിനക്കെതിരെ കയറി വരികയാണ്. അവർ കോട്ട കാത്തുകൊള്ളുവാൻ ഒരു ശക്തി നമ്മുടെ മേൽ കയറി വരികയാണ്. ആരാധനയ്ക്ക് നേരെ, പ്രാർത്ഥന മണ്ഡലങ്ങൾക്ക് നേരെ, വാഗ്ദത്തങ്ങൾക്ക് നേരെ,
വെല്ലുവിളിക്കുന്ന ചില ശക്തികൾ അവൻ ഇന്ന് രാത്രികാലം ആത്മാവിൽ ആരാധിച്ച് ആ ശക്തികളെ തുരത്തി മാറ്റുവാൻ സംഹാരകൻ നിന്നെ തൊടുകയില്ല. നീ ആരാധിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ, നീ മുട്ടുമടക്കിയാൽ ഒരു ശക്തി നിന്നെ കീഴ്പ്പെടുത്തുവാൻ പറ്റുകയില്ല. ഒരാത്മാവിന്റെ പ്രഭാവം, ഒരാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ചലനപഥത്തിനെ ചലിപ്പിക്കുന്ന ഒരാത്മാവിന്റെ ശഖന ഇന്ന് രാത്രികാലം ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ തീക്കാത്തായിരിക്കുന്നത്. ആത്മാവിന്റെ തീ നമ്മുടെ മേൽ വീഴുമ്പോൾ, ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വീഴുമ്പോൾ അവൻ നമ്മളെ ഭാരപ്പെടുത്തുന്ന ചില മുൻപിൽ നിൽക്കുന്ന ചില നിരാശകളെ ഇന്ന് രാത്രികാലം ദൈവം വ്യക്തി മരണത്തിന്റെയും പാതാളത്തിന്റെയും നമ്മളെ ഒതുക്കുവാൻ ശത്രുവാൻ വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാത്രികാലം നിന്റെ മേൽ വചനമുണ്ടോ? നിന്റെ മേൽ വചനമെന്ന ആയുധമുണ്ടോ? അതിനെ വെട്ടി ഓടിക്കുവാൻ ഇന്ന് രാത്രി ദൈവം കടന്നു വന്നിരിക്കുന്നു. പ്രാർത്ഥന കുറയരുത്, ആരാധന കുറയരുത്. ദൈവം ഏൽപ്പിച്ച ഓരോ താലന്തുകളും വിശ്വസ്തയോടെ നീ ചെയ്താൽ അവൻ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാനിടയാകും. നമുക്ക് തരുന്ന താലന്തുകൾ നമ്മൾ കുഴിച്ചിടാനല്ല. അവൻ ഇന്ന് രാത്രികാലം അവൻ നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ പ്രാർത്ഥിക്കാനായിക്കോട്ടെ, ആരാധിക്കാനായിക്കോട്ടെ, ഇന്ന് രാത്രികാലം നീ ഹൃദയം തുറന്ന് വിട്ടുകൊടുത്ത ദൈവ സന്നിധിയിൽ ആരാധിച്ച് ബലപ്പെടുവാൻ അവൻ എത്ര പേർ തയ്യാറാണ്? എല്ലാ ശരീരത്തിലുള്ള കെട്ടിയ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ ശാരീര മണ്ഡലങ്ങളെ ഒതുക്കുന്ന ചില ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അഴിയട്ടെ. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുമേൽ, ഓരോ ശരീരത്തിന്മേൽ, അവയവങ്ങളിൽ, അസ്ഥി മജ്ജകളിൽ തുളച്ചു കയറുന്ന ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രികാലം ആകാശങ്ങളിൽ വ്യാപരിക്കട്ടെ. നമ്മളെ നിരാശപ്പെടുത്തുവാൻ പിശാചോരൊന്ന് കൊണ്ടുവരും, നമ്മളെ തകർക്കുവാൻ പിശാചോരൊന്ന് കൊണ്ടുവരും. ഇന്ന് രാത്രി അതിന് അതിനകത്ത് ജയിപ്പാൻ, അതിനകത്ത് ജയിപ്പാൻ, അവൻ ആരാധിച്ച് ബലപ്പെടുവാൻ അവൻ എത്ര പേർ തയ്യാറാണ്? ഓരോ ശൂലം വരുന്ന നല്ലതിനാ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ജയമെടുക്കാനാ. ഓരോ പരീക്ഷകൾ വരുന്നത് നല്ലതിനാ. നമ്മൾ തളർന്നു പോകരുത്. ആത്മാവിൽ ബലപ്പെടണം, ആത്മാവിൽ ആരാധിച്ചോണം, ആത്മാവിൽ ശക്തിയോടെ പുറത്തു വരിക തന്നെ ആകണമെന്ന് അവൻ വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. അല്പസമയം ചിന്തിക്കുള്ളിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി 12-ന്റെ 1-2 വായിച്ചട്ടെ. 1-2-3. Praise the Lord. Hallelujah. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഇന്ന് രാത്രികാലം വചനമായി നിന്റെ മുൻപിൽ നിൽക്കുന്നു. ഒരു ദൈവിക സാന്നിധ്യത്തിനകത്ത് വ്യാപരിക്കണമേ. വചനം പറയുമ്പോൾ തന്നെ ആമേ ഭവനങ്ങളിൽ, തലമുറകളിൽ ഇവിടെ ആയിരിക്കുന്നതിന് മേൽ ഒരു ദൈവിക വിടുതൽ നടക്കുവാൻ ദൈവം അധികാരപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഉൽപ്പത്തി 12-ന്റെ 1 പറയുന്നു, യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഹല്ലേലൂയ. ദൈവവിളി കേട്ടനുസരിച്ച് കൽദ്യരുടെ പട്ടണമായ ഊരിൽ പിതാവായ തേരഹ്
തെരഞ്ഞെടുത്ത് താമസിക്കുമ്പോഴാണ് അവൻ ദൈവത്തിന് അബ്രഹാമിന്റെ വിളി കേട്ടത്. ഹല്ലേലൂയ. ദൈവവിളി കേട്ടനുസരിച്ചവനാ കൽദയരുടെ പട്ടണമായ ഊരിൽ പിതാവായ തേരഹിലോടത്ത് താമസിക്കുമ്പോഴാണ് തനിക്ക് ദൈവവിളി കേൾക്കുവാൻ ഇടയായത്. ഹല്ലേലൂയ. ആദ്യമേ ജാതികളുടെ നടുവിൽ നിന്ന് അബ്രഹാമിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. അവന്റെ പേര് അബ്രാം എന്നായിരുന്നു ആദ്യം. എന്നാൽ വിശ്വാസത്തിൽ അവൻ മുൻപോട്ട് വന്നപ്പോൾ ദൈവവിളി കേട്ടപ്പോൾ അവന്റെ പേര് അബ്രഹാം എന്നായി. ഹല്ലേലൂയ. അബ്രഹാം എന്ന് പറയുമ്പോൾ ബഹുജാതികളുടെ പിതാവ്. ഹല്ലേലൂയ. രണ്ട് വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അവൻ ദൈവവിളി കേട്ട അബ്രഹാം, അവൻ മറ്റൊന്നും നോക്കിയില്ല, മറ്റൊന്നും ചിന്തിച്ചില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അവൻ വിളി കേട്ട അബ്രഹാം അവൻ പുറത്തു വരുവാനിടയായി. ഹല്ലേലൂയ. ഈ വചനത്തിൽ പറയുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചതിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവവിളി കേട്ടവൻ അടങ്ങിയിരിക്കത്തില്ല, ദൈവവിളി കേട്ടവൻ അടങ്ങിയിരിക്കത്തില്ല. ഇന്ന് രാത്രികാല ഹല്ലേലൂയ അബ്രഹാമിനെ ദൈവം വിളിച്ചു പുറത്തു കൊണ്ടുവന്നെങ്കിൽ, അവന്റെ മേലുള്ള വാഗ്ദത്തം വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ അവകാശമായി പറയുക, നിന്റെ മേലുള്ള വാഗ്ദത്തം, നിന്റെ മേലുള്ള വാഗ്ദത്തം ഇന്ന് രാത്രി പിടിച്ചെടുക്കുവാൻ, അവൻ അധികാരത്തോടെ നീ പിടിച്ചെടുക്കുവാൻ, അവൻ നിന്റെ ഹൃദയത്തെ ദൈവ സന്നിധിയിൽ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുക, നിന്റെ ചാർച്ചക്കാരെ, നിന്റെ ഭവനത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാലിക്കുന്ന ദേശത്തേക്ക് പോകാം. ദൈവം അവൻ പറഞ്ഞ വാക്കിൽ എന്ത് ചെയ്തു? അബ്രഹാം അനുസരിച്ചു. അവിടെ അനുസരണം വെളിപ്പെടുകയാണ്. അവൻ ഒന്നും നോക്കിയില്ല, പുറകോട്ടവൻ നോക്കിയില്ല. ദൈവം പറഞ്ഞ സ്ഥാനത്തേക്ക് അവൻ മുൻപോട്ട് ഇറങ്ങുകയാണ്. വിഗ്രഹാരാധനയുടെ നടുവിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചു പുറത്തു കൊണ്ടുവന്നു. എന്തിനാ? ഒരു വാഗ്ദത്തം അവൻ പിടിച്ചെടുക്കുവാനാ, ഒരു വാഗ്ദത്തം പിടിച്ചെടുക്കുവാനാ. ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ, ചില വാഗ്ദത്തങ്ങൾ മങ്ങിയിരിക്കുമ്പോൾ, ചില വാഗ്ദത്തങ്ങൾ ആ ഇരുളിന്റെ മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം നിന്നെ വിളിച്ചവൻ ദൈവമാ, നിന്നെ തിരഞ്ഞെടുത്തവൻ ദൈവമാ, ആ മഹിമയുള്ളവൻ. അവൻ ചില വാതിലുകളെ ദൈവമതിയും ഓപ്പൺ ചെയ്യും. ഹല്ലേലൂയ. കടഭാരങ്ങളെ മാറ്റുന്ന ദൈവം, അവൻ സാമ്പത്തിക വഴികളെ കെട്ടി, നന്മകളെ കെട്ടി പുറത്തു വരികയില്ലെന്ന് അവകാശം പറഞ്ഞു വെല്ലുവിളിക്കുന്ന ചില മണ്ഡലത്തിന് നടുവിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുക, ആ വാതിലെ ദൈവം തുറക്കും, ആ വാതിലെ ദൈവം തുറക്കും. ഹല്ലേലൂയ. ജൂദരബ ശബ്ദൽ കബലഗടക ജൂഡബ അറ്റുനാ രഗദൽ ഗടക ജൂഡബൽ കബലഗടക സിയ. അതനാ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അബ്രഹാം വിശ്വസിച്ചു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അബ്രഹാം വിശ്വസിച്ചു. അവൻ നീതിയായി കണക്കിട്ടു. ബൈബിളിൽ പറയുന്നത് വിശ്വാസിയുടെ പിതാവ് അബ്രഹാമിന്റെ വിശ്വാസം ചെറുതൊന്നുമല്ലായിരുന്നു, വലിയൊരു വിശ്വാസം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. യേശുവിന്റെ നാമത്തിൽ അവനെ വിളിച്ചത് മനുഷ്യരല്ല, അവനെ വിളിച്ചത് മറ്റാരുമല്ല, ഉടയവനാ, ഉടയവൻ. ഹല്ലേലൂയ. ജുഡരബ ശബ്ദൽ കബലഗടകസിയ. ഒരിക്കലും നമ്മളെ വഴിയിൽ ഇട്ടേച്ചു പോകാത്ത ഒരു ദൈവം അവൻ. ഹല്ലേലൂയ. അത്യുന്നതത്തിൽ മഹിമയുള്ളവൻ ഇന്ന് രാത്രികാലം ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അവൻ ഒരു വിളി നിന്റെ മേലുണ്ടെങ്കിൽ, ഒരു തിരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാല ഹല്ലേലൂയ അവകാശങ്ങളെ പ്രാപിക്കുവാനിടയാകും. അബ്രഹാമിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ വന്നു. ഹല്ലേലൂയ. ആ പരീക്ഷ നടുവിൽ അബ്രഹാം എന്ത് ചെയ്തു? വിജയിച്ചു പുറത്തു വന്നു. ഹല്ലേലൂയ. പല രീതിയിലുള്ള കഷ്ടതകൾ, പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നിട്ടും അവൻ പുറകോട്ട് പോയില്ല. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപില്, അവൻ നമ്മുടെ വഴികളുടെ മുൻപില് പ്രതീക്ഷയ്ക്ക് അപ്പുറമായി വാഗ്ദത്തം തുറക്കുമ്പോൾ അതിനകത്ത് തകർക്കുവാൻ ഒരു ശക്തി എഴുന്നേൽക്കും. എന്നാൽ അതിനെ തുരത്തുവാൻ നമ്മുടെ മേൽ ഒരു വചനത്തിന്റെ ആയുധം ഉണ്ടെങ്കിൽ, അവൻ യേശുവിന്റെ നാമത്തിൽ അവൻ ആ ശക്തിയെ തകർക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. ജൂഡരബ ശംദൽ കബലഗടക ജൂഡബൽ അതുരഗടക ജൂഡബൽ കബലഗടകസിയ അബ്ദൽ കബലഗടക ജൂഡാരഗദൽ ഗടകസിയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ആരാധനയുള്ളവനാണ് അബ്രഹാം. ഹല്ലേലൂയ. ആരാധന. അവൻ എവിടെ പോയാലും അവൻ യാഗപീഠം പണിതവൾ ആരാധിക്കുമായിരുന്നു.
Praise the Lord. Hallelujah. ആമേൻ. എവിടെ ആയാലും ഏത് സ്ഥലത്തായാലും അവൻ യാഗപീഠപ്പെടുന്ന ആരാധിക്കുന്ന മനോഭാവം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒന്ന്, ദൈവം വിളിച്ചു. രണ്ട്, എല്ലാരെയും വിട്ട് അവൻ പുറത്തു വന്നു. മൂന്ന്, പല പരീക്ഷകൾ അവന്റെ ജീവിതത്തിൽ വന്നു. നാല്, അവൻ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പ്രാർത്ഥിച്ചു, ആരാധിക്കേണ്ടതിന് ആരാധിച്ചു. എന്നാൽ വിശ്വാസം ഒരിക്കലും പതറിപ്പോകാതെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം എന്ത് ചെയ്തു? അവനെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ തളർന്നു പോകരുത്, നമ്മൾ പതറിപ്പോകരുത്, നമ്മൾ ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. രണ്ടോ മൂന്നോ പേര് നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം വചനത്തിൽ ഞാൻ പ്രഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ആ ദൈവിക കരുതൽ നമ്മുടെ ഭവനത്തിന്മേലും നമ്മുടെ തലമുറകളുടെ മേലും നമ്മുടെ ദേശത്തിന്മേലും ആ ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. ഇന്ന് രാത്രികാല ദൈവിക തീ ഇറങ്ങട്ടെ, ഇന്ന് രാത്രികാല ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ജീവൻ കലങ്ങി മറിയുന്ന വിഷയത്തിന്റെ നടുവില് കലങ്ങി മറിയുന്ന കടൽ പോലെ പ്രതികൂല കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ പേടിച്ചോടുവാനല്ല, നീ തോറ്റോടുവാനല്ല, ആത്മാവിൽ ധൈര്യം പ്രാപിച്ച് നീ യുദ്ധം ചെയ്യുകയത്രേ വേണ്ടത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അബ്രഹാമിന്റെ വിശ്വാസം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. അബ്രഹാമിന്റെ വിശ്വാസം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, വിശ്വസിച്ചാൽ ദൈവിക പ്രവൃത്തി നടക്കും. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നടുവില് ദൈവിക കരം ചലിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. ക്ഷാമകാലത്ത് നമ്മളെ പരിപാലിച്ച ദൈവമാ, ക്ഷേമത്തോടെ നമ്മളെ നിർത്തിയ ദൈവമാ. ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ദൈവാത്മ വ്യക്തമായി ദൂത് പറയുകയാണ്. കോളിളക്കം സൃഷ്ടിക്കുന്നത് പോലെ ചുഴലിക്കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവാത്മ ദൂത് പറയാൻ പതറിപ്പോകരുത്, വിശ്വാസം നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആത്മാവിൽ പ്രബലപ്പെട്ട് ആത്മാവിൽ ശക്തിയോടെ ആരാധിച്ച് നീ മടങ്ങി വന്നാൽ ഒരു ദൈവിക വിടുതലിന്റെ കരത്തിന്റെ സ്പർശനം വെളിപ്പെടുവാനിടയാകും. പതറിപ്പിക്കുന്ന മണ്ഡലം അടിയട്ടെ, പതറിപ്പിക്കുന്ന മണ്ഡലം അടിയട്ടെ, പതറിപ്പിക്കുന്ന മണ്ഡലം അടിയട്ടെ. ആത്മാവിൽ ജയിച്ചു കയറുമ്പോൾ, പ്രാർത്ഥനയിൽ ഒന്ന് വളർന്നു കയറുമ്പോൾ അതിനെ വെട്ടിക്കളയുന്ന ചില ഹാമാന്റെ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അടിഞ്ഞു മാറട്ടെ. നിന്റെ മേൽ വിളിയുണ്ടെങ്കിൽ, നിന്റെ മേൽ തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ, നിന്റെ മേൽ വാഗ്ദത്തമുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല. കരങ്ങളെ കെട്ടി കെട്ടുകൾ അടിയട്ടെ. ആരാധിക്കുവാൻ കഴിയാതെ കരങ്ങളെ ബന്ധിച്ചത്, കാലുകളെ ബന്ധിച്ചത്, നാവുകളെ ബന്ധിച്ച ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ രാത്രികാലം അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുക. നമ്മൾ ആരാധിക്കുമ്പോൾ ശത്രുവിന്റെ പദ്ധതികൾ പൊളിയും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിന്റെ പദ്ധതികൾ പൊളിയും. നമ്മൾ അവൻ വചനം വായിക്കുമ്പോൾ അവൻ ജപനാഥിൽ ചില വാഗ്ദത്തത്തിന്റെ മണ്ഡലത്തിലേക്ക്, ഒരു ആത്മീക നിയോഗത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുവാൻ ഇടയാകും. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അബ്രഹാം വിശ്വസിച്ചപ്പോൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അബ്രഹാം അനുസരിച്ചപ്പോൾ ദൈവിക അനുഗ്രഹം അബ്രഹാമിന്റെ മേൽ വെളിപ്പെടുവാനിടയായി.
ദൈവം പറഞ്ഞ കാര്യങ്ങൾ അബ്രഹാം വിശ്വസിച്ചു, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചു. ആയതിനാൽ ദൈവിക അനുഗ്രഹം ആ വാഗ്ദത്തം അവരുടെ മേൽ വെളിപ്പെടുവാനിടയായി. ഒന്ന് അനുസരണം, രണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചു. ഒന്ന് ദൈവം പറഞ്ഞ വാക്കിന് ബലയിറക്കണം, രണ്ട് ദൈവത്തിൽ നമ്മൾ താണിരുന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ വിജയമായി തീരും, വിജയമായി തീരും. എത്ര പേർ വിശ്വസിക്കുന്നു? അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടതുപോലെ അവൻ ഇന്ന് രാത്രികാലം നിന്റെ വിശ്വാസത്തിന്റെ നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ആത്മാവിന്റെ പറയുകയാ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ ചില അത്ഭുതങ്ങൾ നടക്കും, വിശ്വസിച്ചാൽ ചില വീര്യ പ്രവൃത്തികൾ നടക്കും. ഒന്ന് നീ വിശ്വസിക്കണം, ഒന്ന് നീ വിശ്വസിക്കണം. നിന്റെ വാഗ്ദത്തത്തിൽ നീ അവകാശം പ്രാർത്ഥിച്ച മേടിച്ചെടുക്കുവാൻ തക്കവണ്ണം ഒരു അധികാരത്തിന്റെ കൃപ നിന്റെ മേൽ ചൊരിയുവാൻ അബ്രഹാം അതിഥികളെ സൽക്കരിക്കുന്നവനായിരുന്നു, അബ്രഹാം അതിഥികളെ സൽക്കരിക്കുന്നവനായിരുന്നു. യേശുവിന്റെ അബ്രഹാമിനുള്ള ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തം നമ്മുടെ മേൽ പ്രാപിക്കുവാനിടയാകും. ചെറിയ വിശ്വാസമല്ല നമുക്ക് വേണ്ടത്, വലിയ വിശ്വാസം. എന്റെ കർത്താവ് എനിക്ക് തരും, എന്റെ കർത്താവ് എനിക്ക് തരും. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നടുവിൽ ദൈവത്തിന്റെ കരം നടക്കും. ആത്മാവിൽ വിശ്വസിച്ചോട്ടെ, ആത്മാവിൽ വിശ്വസിക്കട്ടെ, ആത്മാവിൽ വിശ്വസിക്കട്ടെ. ആ വിശ്വാസം നീതിയായി ദൈവം കണക്കിടും. ഹല്ലേലൂയ. ശബാദന റതനെ രകതുലാറബ റസന തുരാല കൽക്കദരിയ. നമ്മൾ പല വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കിട്ടുമോ ഇല്ലയോ? ഒരു ദിവസം പ്രാർത്ഥിച്ച് ആമേ പിറ്റേ ദിവസം പ്രാർത്ഥിക്കാൻ കഴിയാത്ത തലത്തിൽ മടുത്തു പോകുന്ന മണ്ഡലത്തിന്റെ നടുവില് ഇന്ന് രാത്രികാലം ഞാനൊന്ന് പറയുകയാ, നീ മടുക്കാതൊന്ന് പ്രാർത്ഥിച്ചേ, നീ ആത്മാവിൽ വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ നാവുകൾ ഉയരട്ടെ, നിന്റെ കരച്ചിൽ ഉയരട്ടെ. തന്റെ ഭക്തന്മാരുടെ കണ്ണുനീർ കാണുന്ന ദൈവം, അവന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നിരിക്കുക. അഭിഷേകം അവരുത്, അഭിഷേകം അവരുത്, കൃപയാവരുത്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ദൈവത്തിൽ മുട്ടുകുത്തുവാൻ, ദൈവത്തിൽ അടുക്കുവാൻ, ആമേ ഹൃദയത്തെ പുറത്തു കൊണ്ടുവരുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. എങ്ങനെ അബ്രഹാമിന് വാഗ്ദത്തം കിട്ടിയത്? അവൻ എല്ലാറ്റിലും വിശ്വസിക്കുമായിരുന്നു. ഒന്ന് ദൈവം പറഞ്ഞ വാക്ക്, ആ വാക്കിൽ അവൻ കീഴ്പ്പെട്ടു. രണ്ട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് സംശയിക്കാതെ വിശ്വാസത്തോടെ അവൻ പോയി. ഹല്ലേലൂയ. ആ വാഗ്ദത്തം അവന്റെ മേൽ നിറവേറുവാനിടയായി. ഇന്ന് രാത്രികാലം എനിക്കൊന്ന് പറയുവാനുള്ളത്, അന്തരാജകൽക്കടക നമ്മുടെ വാഗ്ദത്തങ്ങളെ തടയുവാൻ ഒരു ശക്തിക്ക് കഴിയില്ല. യോശുവയും കാലേബും യെരിഹോ പട്ടണം പിടിച്ചെടുത്തു. ഹല്ലേലൂയ. മല്ലന്മാരുണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, അതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന രണ്ട് ദൈവ പൈതൽ പോയപ്പോൾ അവൻ ആ പട്ടണത്തെ ചുറ്റി നടന്നപ്പോൾ തന്നെ യെരിഹോ മതിലുകൾ ഇടിഞ്ഞു വീഴുവാൻ ഇടയായി. ഇന്ന് രാത്രികാല ഹല്ലേലൂയ, രണ്ടുപേരും മതി ആരാധിച്ചാൽ ആരാധന ചില വാതിലുകൾ തുറക്കും, ആരാധിച്ചാൽ ചില കെട്ടുകൾ അടിയും, ആരാധിച്ചാൽ ചില ബന്ധനങ്ങൾ അടിയും, അടിമന്യൂക്കങ്ങൾ തകരും. എന്നാൽ ദൈവത്തെ അനുസരിച്ചതിന്റെ ഫലമായി ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അതിന്റെ മൂന്നാം വാക്യത്തിൽ, രണ്ടാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതി
ജാതിയാക്കും. വാഗ്ദത്തമാ, നിന്നെ അനുഗ്രഹിച്ചതിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. രണ്ടാം വാക്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ദൈവത്തിന്റെ അരുളപ്പാടാണ്. നിന്നെ അനുഗ്രഹിച്ചതിന്റെ പേര് വലുതാക്കും. ദൈവത്താൽ അറിയുന്ന ഒരു പൈതലാണെങ്കിൽ നിന്റെ പേരിനെ ദൈവം വലുതാക്കും. യേശുവിന്റെ നാമത്തിൽ നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. നീ ദേശം കൈവശമാക്കും. മരുഭൂമി വന്നാലും നീ ഭാരപ്പെടണ്ട. മരുഭൂമി വന്നാലും ഭാരപ്പെടണ്ട. മരുഭൂമിക്കകത്ത് തുറക്കുന്ന ഒരു മരുഭൂമിക്കകത്ത് തുറക്കുന്ന ഒരു നീറും അതിന്റെ മുമ്പിൽ വെളിപ്പെടും. നന്മകളെ പിടിയുന്ന ശക്തികൾ അടിയട്ടെ. അവൻ കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, ഒന്നും കയ്യിലില്ല. ഇന്ന് രാത്രികാലം ആ നന്മ കെട്ടിയ കെട്ടുകൾ അടിയട്ടെ, അടിയട്ടെ. എല്ലാ ഫെലിസ്ത്യ സൈനികൾ നന്മ അടച്ചു വച്ചിരിക്കുന്ന ഫെലിസ്ത്യ ശക്തികൾ നാല് സൈഡ് നന്മകൾ പുറത്തു വരാതെ ബന്ധിപ്പിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് രാത്രികാലം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധനാമത്തിൽ അതിനെ ഞങ്ങൾ വെട്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാം ബ്രേക്ക് ഡൗൺ ആകുന്നത് പോലെ, എല്ലാം ബ്രേക്ക് ഡൗൺ ആകുന്നത് പോലെ പിശാചുരക്കുന്ന ചില കെട്ടുകൾ ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ ആ കെട്ടുകളെ ദൈവം അഴിക്കുകയാണ്. നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ദൈവം, നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ദൈവം, നിന്നോട് പറഞ്ഞ ആലോചന നിവൃത്തിയാക്കുന്ന ദൈവം ഇന്ന് രാത്രി വിശ്വാസത്തെ കടന്നു പോകും. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. നമ്മളെ ഇടിച്ചു കളയുന്ന വിഷയം നമ്മുടെ മുൻപിൽ വരും, നമ്മളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ വരും. അവൻ ഇന്ന് രാത്രികാല ഹല്ലേലൂയ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി റൂബൽ കേറി വാതിലടച്ച രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരുന്നു. വചനത്തിൽ പറയുന്നത് പോലെ ഒരു ബലപ്പെട്ട ശക്തമായി പ്രാർത്ഥിച്ച് പായിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ദൈവ പ്രവൃത്തി ഭവനത്തിനകത്ത് വെളിപ്പെടും. കണ്ണുകളെ തുറപ്പാൻ, ഭക്തന്മാരെ കുട്ടറിൽ നിന്ന് പിടിവിച്ച അവരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരു അഭിഷേകത്തിന്റെ ശക്തി ഓരോരുത്തരുടെ മേൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി അവൻ ഹല്ലേലൂയ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക യേശുവിന്റെ നാമത്തിൽ. അബ്ദലിന്റെ ഗാഢനിദ്രയിൽ ദൂതൻ തട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. അബ്ദൽ ഇനി ഉറങ്ങുവാനുള്ള നാളല്ല, ഇനി മയങ്ങുവാനുള്ള നാളല്ല. ആത്മാവിൽ കത്തിജ്വലിക്കുവാൻ, ആത്മാവിൽ ശക്തിയോടെ പുതുക്കം പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളെ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തന്നെ വേണ്ടത്. പത്രോസിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു, അവനെ ശക്തിയോടെ അഭിഷേകം ചെയ്തു. പത്രോസ് പ്രസംഗിച്ചപ്പോൾ തന്നെ ചിലർ അന്യ ഭാഷകളിൽ ആരാധിക്കുവാൻ തുടങ്ങി.
കബരഗടഗസിയ ഹല്ലേലൂയ ജൂഡദബ ദിഗനഗടഗ ജൂരബലബലബബബബ ജൂഡബൽ കബര ഹത്തുരാരഗദൽ അംദൽ ഭവനത്തിന്റെ അകത്തിൽ ആരാധിക്കുവാൻ കഴിയാതെ ഭവനത്തിന്റെ അകത്തിലെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ അതനം ജഗനം ദിഗന വൈഠരാധന ഒരിരുൾ വന്ന് മൂടുന്നത് പോലെ അംദരാ ജഗൽകടഗസിയ വെല്ലുവിളിക്കുന്ന ചില ഭവനത്തിന്റെ ശോധനകൾ ഇന്ന് രാത്രി ദൈവം മാറ്റും. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നീ ആരാധിക്കാൻ തയ്യാറാണോ? നീ പുറത്തു വരാൻ തയ്യാറാണോ? നിന്റെ പരീക്ഷയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ആ ദൈവിക ചലനം അവൻ അത് വിജയമേ നമുക്ക് വരും. യേശുവിന്റെ നാമത്തിൽ വിളിച്ചു വൈഡരാധികത ഉടകവര ഹതുനരബ ശംധര അതുരാ ജഗൽകടക ധൂരമ കൈപ്പ് നമ്മുടെ ജീവിതത്തിൽ വരട്ടെ, മാറ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. ഹല്ലേലൂയ. മാറെ മധുരമാക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്നിരിക്കുകയാണ്. സഹിച്ചു മടുത്തു രാത്രി ദൈവാത്മ വ്യക്തമായി ദൂത് പറയുകയാണ്. നീ ആത്മശക്തിയോടെ നീ ആത്മശക്തിയോടെ എഴുന്നേറ്റേ. അത്തരാദികൾ മുൻപിൽ വരുന്ന ചില ചെങ്കോലുകളെ തകർക്കുവാൻ, ചില പറവോട്ട് കെട്ടുകളെ തകർക്കുവാൻ അധികാരത്തോടെ പ്രാർത്ഥിച്ച് പ്രബലപ്പെട്ട് എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുകയാണ്. നല്ലതായിട്ട് പ്രവർത്തിക്കണം ആഗ്രഹമുണ്ട്, നന്നായിട്ട് ആരാധിക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹം എളുപ്പപ്പെട്ടു വരാൻ കഴിയുന്നില്ല. ഉണർന്നുകൊള്ളണം, ആത്മാവിൽ ഉണർന്നുകൊള്ളണം, ആത്മാവിൽ ശക്തിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ഈ ലോകത്ത് നമ്മൾ ജയിക്കണമെങ്കിൽ ആത്മാവിൽ ഉണർന്നേ പറ്റുകയുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഒന്നവൻ ദൈവ വിളി കേട്ടു. ഹല്ലേലൂയ. കൽദയരുടെ പട്ടണമായ ഊരിൽ ഹല്ലേലൂയ തേരഹിനോട് താമസിക്കുന്ന അബ്രഹാമിനെ ദൈവം അവനോട് സംസാരിക്കുവാനിടയായി. ആ വാക്ക് കേട്ട് അവൻ ഇറങ്ങി യാത്ര തിരിച്ചു. പോകുന്നിടത്തെല്ലാം യാഗപീഠം പണിതു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പോകുമ്പോൾ പരീക്ഷകൾ അവന്റെ ജീവിതത്തിൽ വന്നു. അതിലെല്ലാം അവൻ ജയിക്കുവാനിടയായി. മറ്റൊന്നും അവൻ നോക്കിയില്ല. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ ആരാധിച്ചു. ദൈവ ജനമേ ഹല്ലേലൂയ. നിന്റെ വിശ്വാസം നീ തളർന്നു പോകരുത്. യേശുവിന്റെ നാമത്തിൽ അബ്രഹാമിനെ പോലെ വിശ്വാസം ഉണ്ടാകുക. അവൻ അവിശ്വാസം ഉളവാകട്ടെ, അവിശ്വാസം പുറത്തു വരട്ടെ. ഹല്ലേലൂയ. വിശ്വാസിയുടെ പിതാവായ അബ്രഹാമിനെ പോലെ ഈ നാളുകളിൽ ശക്തമായി എഴുന്നേൽക്കുക. ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. ആയതിനാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സന്ദേശം കർത്താവ് നമുക്ക് നൽകിയല്ലോ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യവും ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ ഇന്ന് രാത്രികാലം സ്വർഗ്ഗം നമുക്ക് കൃപ നൽകട്ടെ. ഇന്ന് രാത്രികാലം ദൈവനാമം ഏതൊക്കെ ദേശത്ത് ഉയർത്തപ്പെട്ടോ അവിടെയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ, ആ ദേശമെല്ലാം ദൈവത്താൽ മാനിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് രാത്രികാലം